ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇവിടെ നമ്മൾ കർമ്മത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് കർമ്മം? കർമ്മം എങ്ങനെ നമ്മളിൽ സംസ്കാരങ്ങളെ ഉണ്ടാക്കി തീർക്കുന്നു? രൂപപ്പെടുന്ന സംസ്കാരങ്ങൾ വീണ്ടും കർമ്മത്തിന് എങ്ങനെ പ്രേരിപ്പിക്കുന്നു? അങ്ങനെ കർമ്മത്താൽ മനുഷ്യൻ എങ്ങനെ ബദ്ധനായിത്തീരുന്നു? ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ, ഏത് മനോഭാവത്തോടു കൂടി പ്രവർത്തിച്ചാൽ മനുഷ്യന് ബദ്ധനാവാതെ കഴിയാം? വാസ്തവത്തിൽ കർമ്മം, അതിൻ്റെ ഫലം, ഇവ തമ്മിലുള്ള ബന്ധം എന്ത്? എങ്ങനെയാണ് നമുക്ക് ഫലം വന്നു ചേരുന്നത്? തുടങ്ങിയ വിഷയങ്ങളൊക്കെ പല പ്രകരണങ്ങളിലായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. അവസാനം പറഞ്ഞു വെച്ച വിഷയം, ഫലത്തിൽ നമുക്കാർക്കും നേരെ അധികാരമില്ല. കർമ്മദ്വാരേണയാണ് ഫലത്തിൽ അധികാരം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടാതെ അതേ സമയത്ത് കുശലതയോടെ കർമ്മം ആചരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ കർമ്മത്തെ കർമ്മയോഗമാക്കി ഉയർത്താൻ നമുക്ക് സാധിക്കും. കർമ്മയോഗത്തെ ഭഗവാൻ വളരെ സ്പഷ്ടമായി നമുക്ക് പറഞ്ഞു തന്നു. യോഗ കർമ്മസു കൗശലം. കർമ്മസു, കർമ്മങ്ങളിലുള്ള കൗശലമാണ് യോഗം. അവിടെ കൗശല ശബ്ദത്തിനർത്ഥം ചെയ്യാനുള്ള കർമ്മങ്ങളെ ഭംഗിയായി ചെയ്യുന്നു, അതേ സമയത്ത് അതിൻ്റെ ഫലങ്ങളാൽ ബന്ധിക്കപ്പെടാതിരിക്കുന്നു. എങ്ങനെ എന്ന് ചോദിച്ചാൽ, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ, കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതെ, കർമ്മഫലങ്ങളിൽ പ്രസാദ ബുദ്ധിയോടുകൂടെ. രണ്ട് മാർഗം പറഞ്ഞു. ശരിക്ക് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം. പക്ഷേ അത് പറയുമ്പോൾ എളുപ്പമല്ല നേടാൻ. അറിയാതെ ഫലചിന്ത നമ്മളിൽ വന്നു ചേരും.
അപ്പൊ ആ ഒരു കർമ്മയോഗത്തെ നേടുന്നതിനുള്ള ഉപായമായിട്ട് ഈശ്വരാർപ്പണ ബുദ്ധി പറഞ്ഞു. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാന്റെ പൂജയാണ്. ഏത് കർമ്മം ചെയ്താലും ഇന്നതെന്നില്ല. അങ്ങനെ സ്വന്തം കർമ്മം പൂജയായി മാറുമ്പോഴോ അതിൻ്റെ ഫലം ഭഗവാന്റെ പ്രസാദമാണ്. പ്രസാദബുദ്ധി. പ്രസാദബുദ്ധി കൈവന്നാൽ നമ്മൾ ബദ്ധരാവില്ല. പ്രസാദബുദ്ധിയിൽ നമ്മൾ ഗുണദോഷ വിചാരം ചെയ്യാറില്ല. ഈ പ്രസാദബുദ്ധി വരുന്നതിന് മൂലം ഈശ്വരാർപ്പണ ബുദ്ധിയാണ്. ഈശ്വരാർപ്പണ ബുദ്ധി എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ മഹാകർമ്മത്തെ നോക്കൂ. ഏതൊരു തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അണു മുതൽ ബ്രഹ്മാണ്ടം വരെ സകലവും ഒരു നിയമവ്യവസ്ഥയാൽ നിയമിതമായി നടക്കുന്നു. എല്ലാം ഒന്നുപോലും ആ ഒരു മഹാനിയമക്രമത്തെ ലംഘിക്കുന്നില്ല. എല്ലാം വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. വ്യവസ്ഥയ്ക്ക് വിധേയമല്ലാതെ ഒന്നും നടക്കുന്നില്ല ഇവിടെ. സാന്ദർഭികമായി മറ്റൊന്ന് പറയട്ടെ, ആ വ്യവസ്ഥയെ തിരിച്ചറിയാൻ നമ്മെ കൂടുതൽ കൂടുതൽ സഹായിക്കുന്നു ശാസ്ത്രം. ശാസ്ത്രദൃഷ്ടി കൊണ്ട് പ്രപഞ്ച വ്യവസ്ഥയെ നമ്മൾ ഒന്നൊന്നായി കണ്ടെത്തുന്നു. അത് ശ്രദ്ധിക്കുക, സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ പ്രപഞ്ചത്തിലെ മഹാവ്യവസ്ഥയെ, ധർമ്മം എന്ന വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കർമ്മമെന്ന് ഞാൻ പറഞ്ഞ ഒരല്പകർമ്മം ഈ സമഷ്ടിയിലെ മഹാകർമ്മത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിവുണ്ടാവുകയും അങ്ങനെ സ്വകർമ്മത്തെ ഈശ്വരാർപ്പണ ഭാവത്തിൽ അനുഷ്ഠിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഫലത്താൽ ബാധിക്കപ്പെടുന്നില്ല. ഈ വിഷയം ചർച്ച ചെയ്ത് അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇന്നലെ അവസാനം എത്തി നിൽക്കുന്ന തലം ശരി തന്നെ, എങ്കിലും നമുക്ക് കർമ്മങ്ങളിലൂടെ വിജയത്തെ പ്രാപിക്കണ്ടേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് വിജയത്തെ പ്രാപിക്കണം. വിജയം പ്രാപിക്കാൻ പരമാവധി പരിശ്രമിക്കണം. ഉദ്ദേശിച്ചത് വരട്ടെ വരാതിരിക്കട്ടെ, നമ്മൾ അതിനാൽ ബാധിക്കപ്പെടുന്നില്ല, ബാധിക്കപ്പെടരുത്. പക്ഷേ അവനവൻ ചെയ്യുന്ന മേഖലയിൽ പരമാവധി വിജയിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. ഇതെന്തിനെയൊക്കെ അപേക്ഷിച്ചിരിക്കുന്നു. കർമ്മത്തിന്റെ വിജയം ഏതേത് ഘടകങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നു? ശാസ്ത്രം എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? ഇവിടെ അല്പം വിപുലമായി പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം നമുക്കൊക്കെ നമ്മുടെ മേഖലകളിൽ വിജയം അനിവാര്യമാണ്. ഇവിടെ രണ്ട് തലങ്ങളിൽ മറുപടി പറയാം. ആദ്യം പറയാനുള്ളത്, എല്ലാ സൃഷ്ടികളും സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എല്ലാ സൃഷ്ടികളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് മേഖലയിലുള്ളതായാലും കർമ്മത്തിന്റെ വിജയത്തിന് വേണ്ടത് അതിനനുകൂലമായ സങ്കല്പം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ സങ്കല്പം ദുഷിച്ചതാവരുത്. അതുകൊണ്ട് ആവർത്തിച്ച് നമ്മളോട് വേദം പറഞ്ഞു തന്നു, തന്മേ മനഃ ശിവ സങ്കല്പമസ്തു.
എൻ്റെ മനസ്സ് ശിവമായ മംഗളമായ സങ്കല്പത്തോടു കൂടിയതാകട്ടെ. എൻ്റെ മനസ്സ് മംഗളമായ സങ്കല്പത്തോടു കൂടിയതാകട്ടെ. ഒരിക്കലും എൻ്റെ മനസ്സിൽ അമംഗളമായ സങ്കല്പങ്ങൾ ഉണ്ടാവരുതേ. ഇതെല്ലാവരും ഒരു മന്ത്രമായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കണം. എപ്പോഴും നമ്മുടെ സങ്കല്പങ്ങൾ മംഗളങ്ങളായിരിക്കണം, ഭദ്രങ്ങളായിരിക്കണം, ശുഭങ്ങളായിരിക്കണം. ഇതിവിടെ പറയുന്ന സമയത്ത് കേട്ടിരിക്കാൻ സുഖമുണ്ട്, തലയാട്ടാൻ സുഖമുണ്ട്. പക്ഷേ നമ്മുടെ സങ്കല്പങ്ങൾ മംഗളങ്ങളാണോ? മംഗളമായി സങ്കല്പിക്കാനാണോ അമംഗളമായി സങ്കല്പിക്കാനാണോ നമ്മൾ മനസ്സിനെ ശീലിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ എന്താണോ ശീലിപ്പിക്കുന്നത് അതാണത് ചെയ്യുക. കാരണം നമ്മുടെ മനസ്സിൽ സംസ്കാരം ഉണ്ടാക്കി തീർക്കുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല. നമ്മളിൽ ഉണ്ടായ സംസ്കാരത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ വിലയിരുത്തുക, ശുഭമായി സങ്കല്പിച്ചാണോ നമ്മൾ ശീലിച്ചിട്ടുള്ളത്? ഓരോരുത്തർ വിലയിരുത്തുക. അത് നേരെയാവില്ല, അതൊന്നും ശരിയാവാൻ പോണില്ല. തുടക്കത്തിൽ അങ്ങ് സങ്കല്പിച്ച് വെച്ചേക്കും, പിന്നെയാണ് അതിനു വേണ്ടി പരിശ്രമിക്കുക. പിന്നെ എവിടെയാ നേരെയാവുക? ചിന്തിക്കുക. എത്രയോ പേര് വന്ന് സംസാരിക്കാറുണ്ട്, പല വിഷമതകൾ പറയാറുണ്ട്. ആ കൂട്ടത്തിൽ അവരുടെ ബിസിനസ്സിനെ കുറിച്ചോ മറ്റ് കർമ്മ മേഖലകളെ കുറിച്ചൊക്കെ വലിയ വിഷമം പറയാറുണ്ട്. സ്വാമി നല്ലപോലെ പരിശ്രമിച്ചിരുന്നു, നല്ല ആൾബലം ഉണ്ടായിരുന്നു, നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തു സാമ്പത്തികമായിട്ടും, എല്ലാ പരിശ്രമങ്ങളും നന്നായി ചെയ്തു. പക്ഷെ എന്നിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഫലം വന്നില്ല, എന്നിട്ടും വിജയിച്ചില്ല. എന്തുകൊണ്ടും ചിലരുടെ വിഷയത്തിൽ ഒരു വ്യവഹാരത്തിൽ നിന്ന് ന്യായമായി ലഭിക്കുന്നതിനേക്കാൾ അധികം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അപ്പൊ പരാജയബോധം വരും. മറ്റു മിക്കപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ ചോദിക്കാറുണ്ട്, ശരിയാണ്, നിങ്ങൾ നല്ലപോലെ പൈസ മുടക്കി, നിങ്ങൾ നല്ലതുപോലെ അധ്വാനിച്ചു, ആൾബലമുണ്ടായിരുന്നു, ആ പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷേ പ്രവർത്തനത്തിന്റെ പദ്ധതിയിൽ നിങ്ങൾ അറിയാതെ പോലും അശുഭമായി സങ്കല്പിച്ചോ, ഇത് നേരെയാവില്ല എന്ന് സങ്കല്പിച്ചോ, ഇത് പരാജയപ്പെടുന്ന സങ്കല്പിച്ചോ, ഒന്ന് ഓർത്തു നോക്കൂ. അപ്പൊ അത് തന്നെ ഫലം. കാരണം സൃഷ്ടിയിൽ നിന്നാണ്, സൃഷ്ടി ഉണ്ടാവുന്നത് സങ്കല്പത്തിൽ നിന്നാണ്. ഈ വിഷയം വേദം സുനിശ്ചിതമായി പറയുന്നുണ്ട്. ഇത് പുതിയൊരു അറിവൊന്നുമല്ല, വേദം സുനിശ്ചിതമായി പറയുന്നതാണ്. വേദത്തിൽ വിശേഷിച്ച് ഉപനിഷത്തുക്കളിൽ, വിശേഷിച്ച് സൃഷ്ടി പ്രകരണം പറയുന്ന സന്ദർഭങ്ങളിൽ പല പ്രകാരത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അവിടെ ഒക്കെ ആവർത്തിക്കുന്ന ഒരു വിഷയമുണ്ട്, തദൈക്ഷത. അത് സങ്കൽപ്പിച്ചു. സ ഈക്ഷാഞ്ചക്രേ, അവൻ സങ്കൽപ്പിച്ചു. സോ കാമയത, അവൻ സങ്കൽപ്പിച്ചു. സങ്കൽപ്പിച്ച ശേഷം പലതായി തീർന്നു, സങ്കൽപ്പിച്ച ശേഷം സൃഷ്ടി ചെയ്തു എന്നൊക്കെ. ഇത് നമ്മുടെയൊക്കെ വിഷയത്തിൽ പ്രധാനമാണ്. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അതുകൊണ്ട് ശുഭമായി സങ്കല്പിക്കുക, ഇത് മുഖ്യമാണ്. ഇതിൽ നമ്മൾ നല്ലപോലെ പരിശ്രമിച്ച് ശുഭസങ്കല്പം മനസ്സിന്റെ ശീലമാക്കി തീർക്കണം, പരിശ്രമിച്ചിട്ട്. കാരണം അശുഭമായി സങ്കല്പിച്ചാണ് നമ്മൾ ഏറെയും പരിചയിച്ചിട്ടുള്ളത്.
സ്വാമി, ഞാൻ അശുഭമായിട്ടൊന്നും സങ്കല്പിക്കാറില്ല, ഒക്കെ ശുഭമായിട്ടേ സങ്കല്പിക്കുന്നുള്ളൂ. ആണോ? സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ, സ്കൂള് വിട്ട് കുട്ടി 4:30 മണിക്ക് വീട്ടിൽ വരും. ദിവസവും അങ്ങനെയാ പതിവ്. 4:30 കാണുന്നില്ല, 4:45 കുഞ്ഞ് വന്നില്ല, 5 മണിയായിട്ടും കുഞ്ഞ് വന്നില്ല. എന്താ സങ്കല്പിക്കുന്നേ? എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടാവും സ്കൂളിൽ, വല്ല സയൻസ് ഫോറോ സോഷ്യൽ ഫോറോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് കുട്ടിക്ക് ടീച്ചർ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് റോഡിലൊരു രോഗിയെ കണ്ടിട്ട് അയാളെ സേവിക്കാൻ വേണ്ടി, ശുശ്രൂഷിക്കാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മോൻ അല്ലെങ്കിൽ മോള് വൈകുന്നത്. ഇങ്ങനെ നല്ല സങ്കല്പങ്ങളാണോ നമ്മൾ ചെയ്യാറ്? അതല്ല വല്ല ബസ്സിനും കുടുങ്ങിയോ, വല്ല കിണറ്റിൽ വീണോ, വല്ല തോട്ടിലൊലിച്ച് പോയോ, ആരാടെങ്കിലും എടുത്തു കൊണ്ടുപോയോ, അല്ല വല്ല രോഗം വന്ന് കിടക്കണുണ്ടോ എവിടെയോ, എന്താ സങ്കല്പിക്കാറ്? ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ? ഏതാ? ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണോ? രണ്ടാമത് പറഞ്ഞത്. അതാണോ നമുക്ക് ഇഷ്ടം? എൻ്റെ കുട്ടി ബസ്സിനെ കുടുങ്ങി ചാവണം, അല്ലെങ്കിൽ വല്ല തോട്ടിലോ കുളത്തിലോ വീഴണം, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ രോഗമായി കിടക്കണം. ഇതാണോ നമ്മൾ സങ്കല്പിക്കുന്നത്? ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ല. ആഗ്രഹിക്കുന്നത് ആദ്യത്തേതാണ്. പക്ഷെ ആദ്യത്തേത് ആഗ്രഹിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് രണ്ടാമത്തേത് സങ്കല്പിക്കുന്നു? എന്തുകൊണ്ട് ശുഭമായി സങ്കല്പിച്ച് ശീലിച്ചൂടാ? ഇത് ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും ശുഭമായി സങ്കല്പിച്ച് ശീലിക്കുക. ആ ഒരു ശീലം മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ സ്വാഭാവികമായിട്ട് ശുഭമായേ അത് സങ്കല്പിക്കൂ. ഏതാനും വർഷത്തെ ട്രെയിനിങ് കൊണ്ട് മനസ്സിനെ ശരിക്ക് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും, സംശയമില്ല. ഇത് വളരെ പ്രധാനമാണ്. കർമ്മവിജയത്തിന് ഏറ്റവും പ്രഥമമായ ഘടകമാണ് ശുഭസങ്കല്പം. ശരി, സാന്ദർഭികമായി മറ്റൊന്നുകൂടി പറയട്ടെ. ഇന്ന് നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുസ്തകശാലകളിൽ പോകുക, എയർപോർട്ടിലൊക്കെ ഉള്ള ഏത് രാജ്യങ്ങളിലായാലും, ഏത് രാജ്യമായാലും, അത് യൂറോപ്പിൽ നിന്നും അമേരിക്ക എന്നൊന്നും വ്യത്യാസമില്ല, ഇന്ത്യ എന്നൊന്നും വ്യത്യാസമില്ല, അങ്ങനെയുള്ള പുസ്തകശാലകളിൽ പോയിട്ട് ഏറ്റവും അധികം വിൽക്കപ്പെടുന്നതോ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടതൊക്കെ ആയ പുസ്തകങ്ങൾ ഏതാന്ന് നോക്കുക. നോക്ക്, കാണാൻ കഴിയും. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം, എങ്ങനെ ധാരാളം പണം ഉണ്ടാക്കാം, എങ്ങനെ ലീഡറായി തീരാം, അങ്ങനെ പലതരത്തിൽ പല ടൈറ്റിൽസ് ആയിരിക്കും. പക്ഷെ വിഷയം ഒന്ന് തന്നെയാണ്, എങ്ങനെ ഉയരാം. അതൊക്കെ തന്നെ ഒന്ന് വായിച്ച് മറച്ചു നോക്കുകയോ, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് കവർ നോക്കുകയോ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിയാമ്പിൾ നോക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊക്കെ ഒറ്റ വിഷയത്തിൻ്റെ വികാസമാണ്. നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ടാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ശുഭമായി സങ്കല്പിക്കൂ, അതിലൂടെയാണ് ശുഭഫലത്തെ നേടാൻ കഴിയുന്നത് എന്ന ആശയമാണ് അതിലൊക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പുതിയൊരു അറിവല്ല. ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിയുന്നത്, ലക്ഷക്കണക്കിന്. സമീപകാല പുസ്തക വിൽപ്പനയുടെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു പുസ്തകമായിരുന്നു ദി സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ഇപ്പൊ പറഞ്ഞ 100 കണക്കിന് ടൈറ്റിൽസ് വന്നത്. ദി സീക്രട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയ സാധനം എത്ര ലക്ഷം കോപ്പികളാ വിറ്റഴിഞ്ഞെന്ന് കണക്കില്ല, ലക്ഷക്കണക്കിന് കോപ്പികൾ. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ പുസ്തകം അതായിരുന്നു. ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ, ശുഭസങ്കല്പം. നമ്മുടെ സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ സൃഷ്ടി ഉണ്ടാക്കുന്നത്.
അതുകൊണ്ട് നല്ല സൃഷ്ടി വേണോ, നല്ല സങ്കല്പം ഉണ്ടാവണം. ഇത് പുതിയ എന്തോ ഒരു ആശയം അവതരിപ്പിക്കുന്നത് പോലെയാണ്. ഇത് കാശ് കൊടുത്ത് മേടിച്ച് ഷെൽഫിൽ വെക്കാൻ നമ്മൾ വാങ്ങണം. തീർച്ചയായിട്ടും നല്ല പുസ്തകമാണ്. പക്ഷേ ഇത് പുതിയൊരറിവല്ല. അനാദികാലമായി നമുക്ക് ഋഷീശ്വരന്മാർ തന്നുവെച്ച വിലമതിക്കാനാവാത്ത വേദത്തിന്റെ ഭാഗമായി പറയപ്പെട്ടതാണ്. പക്ഷെ നമ്മളിതറിയാതെ പോയി. നമ്മുടെ നിധികളെ നമ്മൾ അറിയാതെ പോയി. കാരണം നമ്മൾ ആദ്യമേ ആദരിക്കുന്നതിന് മുമ്പ് നിന്ദിക്കാനും പുച്ഛിക്കാനും പഠിച്ചു. അയാൾ ആരെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. വേദമൊന്ന് മറച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ മുൻധാരണ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സമൂഹ മനസ്സിനെ അങ്ങനെയാക്കി തീർത്തു പലരും. അതെ, ഇനിയൊരു പരിവർത്തനം ആവശ്യമാണ്. ശാസ്ത്രങ്ങളിലേക്ക് പോകണം. അവിടെ എന്താചാര്യന്മാർ പറഞ്ഞു തന്നോ എന്ന് പഠിക്കണം. അതിനനുസരിച്ച് ജീവിത ക്രമീകരണത്തിന് പരിശ്രമിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ശുഭസങ്കല്പം. 2, ഏതൊരു കർമ്മത്തിലും വിജയിക്കണമെങ്കിൽ ഒരു കർമ്മം എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം. ഒരു കർമ്മത്തിന്റെ നിർവഹണത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, ആരൊക്കെ ചേർന്നിട്ടാണ് ഒരു കർമ്മത്തെ അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്, നല്ലപോലെ പഠിക്കണം. ഈ വിഷയത്തെ പരിശോധിക്കുമ്പോൾ വ്യക്തമായൊരു ഉൾക്കാഴ്ച നമുക്ക് നൽകുന്നു ഭഗവത്ഗീത. അവിടെ ഭഗവാൻ പറഞ്ഞു തരും, അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിർയത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. ഇതൊരു മന്ത്രമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. ഇതൊരു മന്ത്രമായിട്ട്. ഈ മന്ത്രം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും വിജയിക്കും. ഇതറിയാത്തതാണ് നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പം. അധിഷ്ഠാനം തഥാ, അതുപോലെ കർത്ത കരണം ച പൃഥക് വിധം വിവിധാഃ ച പൃഥക് ചേഷ്ടാഃ ദൈവം ചൈവാത്ര പഞ്ചമം. എന്നിട്ട് പറയാണ്, ശരീരവാങ് മനോഭിഹി യത് കർമ്മ പ്രാരഭതേ നരഃ ന്യായം വാ വിപരീതം വാ ഏതേ പഞ്ച തസ്യ ഹേതവഃ. ശരീരവാങ് മനോഭിഹി, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും, ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും യത് കർമ്മ പ്രാരഭതേ നരഃ, യാതൊരു കർമ്മത്തെ മനുഷ്യൻ ആരംഭിക്കുന്നുവോ. ശരീരം കൊണ്ട് പലതരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വാക്കുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചെയ്യുന്നു. ഇതൊക്കെ ചേർത്ത് ചെയ്യുന്നു. ചിലരെ മിണ്ടാണ്ട് മനസ്സും ശരീരവും ചേർത്ത് ചെയ്യുന്നു, ഒരു വർത്തമാനം പറയാതെ. ചിലർ സംസാരിക്കേണ്ട പ്രവൃത്തി ചെയ്യുന്നു, മനസ്സിനെയും വാക്കിനെയും പ്രവർത്തിപ്പിക്കുന്നു. അവിടെ ശരീരം കൊണ്ട് വേറെ പണി ചെയ്യുന്നില്ല, വാക്കും മനസ്സുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു, അവിടെ വാക്കും മനസ്സുമാണ് ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കുന്നത്. കൊച്ചു കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്, എങ്കിലോ വാക്കും മനസ്സും മതിയോ? പോരാ, ശരീരവും വേണം. അപ്പൊ തലത്തിനനുസരിച്ച് വ്യത്യസ്തമാണ്. ചില ജോലികൾക്ക് ശാരീരിക തലമാണ് കൂടുതൽ, ചില ജോലികൾക്ക് മാനസിക തലമാണ് കൂടുതൽ.
ശാരീരിക തലം കൂടുതൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വെറുതെ കീറുകയാണ്, അല്ലെങ്കിൽ കൈക്കോട്ടുകൊണ്ട് കളിക്കുകയാണ്, സ്ഥൂലമായൊരു പണി ചെയ്യുകയാണെങ്കിൽ അവിടെ ശാരീരിക തലത്തിനാണ് പ്രാധാന്യം കൂടുതൽ. മാനസിക തലമുണ്ട്, ബുദ്ധിപൂർവം ചെയ്യണം. എന്നാൽ ഒരാളൊരു എക്സിക്യൂട്ടീവ് ഒരു പ്ലാൻ ആലോചിക്കുകയാണ്, ഒരു നടപ്പിലാക്കാനുള്ള പദ്ധതിയെ രൂപപ്പെടുത്തുകയാണ്, അവിടെ ശരീരം കൊണ്ടല്ല അധികം, മനസ്സുകൊണ്ടാണ്. ഒക്കെ തുല്യമാണ്, ഒന്നും ഒന്നിനേക്കാൾ താഴെയോ മീതയോ അല്ല. എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ്. അപ്പോൾ ശരീരവാങ് മനോഭിഹി, ശരീരം, വാക്ക്, മനസ്സ് എന്നിവയെ കൊണ്ട് യത് കർമ്മ പ്രാരഭതേ നരഹ, യാതൊരു കർമ്മത്തെ മനുഷ്യൻ ചെയ്യുവാൻ ആരംഭിക്കുന്നുവോ, ന്യായം വാ വിപരീതം വാ, അത് ന്യായമാകട്ടെ അന്യായമാകട്ടെ, നമ്മൾ രണ്ടും ചെയ്യാറുണ്ട്. ന്യായവും ചെയ്യാറുണ്ട്, അന്യായവും ചെയ്യാറുണ്ട്. അന്യായമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട്, ന്യായമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. അന്യായം ചെയ്യുന്നവനും വിജയിക്കാനല്ലേ ചെയ്യുന്നത്? അല്ല, അതെ, അന്യായം ചെയ്യുന്നവനും വിജയിക്കാനാ ചെയ്യുന്നത്, ന്യായം ചെയ്യുന്നവനും വിജയിക്കാനാ ചെയ്യുന്നത്. ഇപ്പൊ ന്യായമായാലും കൊള്ളാം, അന്യായമായാലും കൊള്ളാം. ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ, അതിൻ്റെ കാരണങ്ങൾ ഈ 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തെ പഠിക്കണം, ഈ 5 എണ്ണത്തെ നേരെയാക്കണം. ഏതൊക്കെയാണ്? 1 അധിഷ്ഠാനം. അധിഷ്ഠാനം. 2 കർത്ത. 3 കരണം. 4 ചേഷ്ടാഹ. 5 ദൈവം. ഈ 5 ഘടകങ്ങളെ കൊണ്ടാണ് ഒരു കർമ്മത്തിന്റെ സിദ്ധി ഉണ്ടാവുന്നത്, ഏതെങ്കിലും ഒന്നിനെ കൊണ്ടല്ല. ഇത് 5ഉം ശ്രദ്ധിക്കണം. അധിഷ്ഠാനം. ഇവിടെ അധിഷ്ഠാനത്തിൽ എവിടെ വെച്ചിട്ടാണോ, ഏതൊരു തലത്തിലാണോ, ഏതൊരു തറയിലാണോ, ഏതൊരു ഭൂമികയിലാണോ ഒരു കർമ്മം നിർവഹിക്കപ്പെടുന്നത്, അതാണ് അധിഷ്ഠാനം. ഇവിടെ ഈ പ്രഭാഷണം നടക്കുന്നു, അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജാണ്. കേൾക്കുക എന്നുള്ളതിനിരിക്കുന്നു, അധിഷ്ഠാനം നിങ്ങളുടെ കസേരകളാണ്. പറയുക എന്നുള്ളതിനിരിക്കുന്നു, ഈ കസേരയും ഈ സ്റ്റേജുമാണ്. ഒരു കച്ചവടം ഒരാൾ തുടങ്ങുന്നു, ആ കച്ചവടത്തിന്റെ ആ സ്ഥാപനം, അതാണ് അധിഷ്ഠാനം. ഇത് വളരെ കൃത്യമായിരിക്കണം. കൃഷി ഇറക്കുന്നു, കൃഷിഭൂമിയാണ് അധിഷ്ഠാനം. ഏതൊരു കർമ്മനിർവഹണത്തിനും ഒരധിഷ്ഠാനം മുഖ്യമാണ്. ഈ അധിഷ്ഠാനം വേണ്ടോണമായിരിക്കണം. വേണ്ടതിലധികം വേണ്ട, വേണ്ടതിൽ കുറവും വേണ്ട. അധിഷ്ഠാനത്തിന് ഒരുപാട് ആർഭാടങ്ങൾ ചെയ്ത് അതിനുവേണ്ടി അധികം ധനം വിനിയോഗിച്ച് ഒരു പ്രയോജനവുമില്ല. ഇന്ന് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തിനാ? മര്യാദയ്ക്കൊന്ന് ജീവിക്കുക എന്നുള്ളത് ഒരു കർമ്മമായിട്ട് എടുക്കുക. ഒരു കുടുംബത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നു, അതൊരു കർമ്മമാണെന്ന് വിചാരിച്ചോളൂ. അതിന് അധിഷ്ഠാനമാണ് വീട്. ഇന്ന് പലപ്പോഴും മനുഷ്യന് വേണ്ടി വീടാണോ, വീടിന് വേണ്ടി മനുഷ്യനാണോ? പ്രത്യേകിച്ച് കേരളത്തിൽ. മറ്റു പ്രദേശങ്ങളിൽ ഈ പ്രശ്നമില്ല. മറ്റു പ്രദേശങ്ങളിൽ ആൾക്ക് വേണ്ടി വീടാണ്. മറ്റു ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും മനുഷ്യന് വേണ്ടിയാണ് വീട് കണ്ടിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ വീടിന് വേണ്ടി മനുഷ്യനാണ്. ഒരാവശ്യമില്ലാണ്ട് വലിയ വലിയ കൂറ്റം വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാ മുറിയിലും ഒന്ന് അടിച്ചുവാരി തുടയ്ക്കാൻ പോലും എത്തില്ല. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ പ്രാവുകയാണ്, ഇത് എന്തിനാന്ന് അങ്ങനെ ചെയ്തു, അന്ന് ബുദ്ധിശൂന്യത തോന്നിപ്പോയി. എന്നിട്ടൊരു വീട്ടിൽ ചിലപ്പോൾ പരസ്പരം കാണാതെ 2 പേരുണ്ടാവും. ഒരു മുറിയിൽ ഒരാൾ, വേറൊരു മുറിയിൽ ഒരാൾ. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ശരിയല്ല, കഴിഞ്ഞ മാസം സ്വാമി ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ പണി നടക്കാന്ന്, അതെ, അത് കഴിഞ്ഞ പണി. എന്നിട്ട് പൂട്ടിയിട്ടിരിക്കുക. അവിടെ ആര് താമസിക്കാനാ?
ഇപ്പൊ കൂറ്റം വീടുണ്ടാക്കിയിരിക്കുക, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നുണ്ട് വേണ്ടു സ്വാമി. അതിനാ മൂത്ത മോന് വേണ്ടി ഒരു വീട് അതേ പറമ്പിൽ ഉണ്ടാക്കുകയാണ്. നമ്മൾ ചോദിച്ചാൽ നിങ്ങളത് തന്നെ എത്ര കോടി രൂപയുടെ അടുത്ത് ചിലവാക്കിയിട്ടാണ് അപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളും ഭാര്യ അവിടെ പോയി താമസിക്കാൻ പോകുന്നില്ല, ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഒരു ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ്. അവരുടെ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് കൊല്ലം, കോട്ടയം ജില്ലകളിൽ എവിടെയോ ആണ്. കോട്ടയം ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലോ എന്നറിയില്ല. എന്തായാലും അവിടെയാണ്. വലിയ കൂട്ടം വീടുണ്ടാക്കി വെച്ച് അതിൻ്റെ എന്താ പറയുക, ഗൃഹപ്രവേശമൊക്കെ കഴിഞ്ഞ് പൂട്ടി താക്കോലും കൊണ്ട് പോയിരിക്കുക. എന്നിട്ട് അടുത്താഴ്ച വീണ്ടും അതേ നാട്ടിലേക്ക് പോകാൻ പോവാണ്, മകന് മൂത്ത മോന് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തായാലും അവിടെ താമസിക്കണില്ലല്ലോ, പിന്നെ ഇപ്പം അതുപോലെ നിങ്ങൾക്ക് ഇനി പുതിയൊന്നും ഉണ്ടാക്കണം. നിങ്ങൾ ഇതിന് മുടക്കണ പൈസ ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കാം. ഈ വീട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ചിലവ് ആവശ്യപ്പെടുക, അല്ലാണ്ട് വല്ല വരവും അങ്ങോട്ട് തരുമോ? ഒരു വരവുള്ള എന്തെങ്കിലും പദ്ധതി നിങ്ങൾക്ക് നിക്ഷേപിച്ചൂടെ? എന്തെങ്കിലും കുടുംബത്തിലേക്ക് മെച്ചം കിട്ടുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇൻവെസ്റ്റ്മെന്റ് ഈ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് കാര്യം? നിങ്ങൾ സ്ഥലം വാങ്ങിയിടൂ, പറമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, അത് മെച്ചമേ തരൂ. ആ പൈസക്ക് നിങ്ങൾ പറമ്പ് വാങ്ങുമോ നാട്ടില്? അല്ല, എന്നാലും സ്വാമി മക്കൾക്ക് നമ്മളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ? മക്കൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പൊ ഡിസൈൻ ചെയ്യണമെന്ന് അവർക്ക് അന്ന് ഇഷ്ടമായി എന്ന് വരില്ല. മക്കൾ ഇപ്പോഴൊന്നും മടങ്ങാൻ പോണില്ല, 18 കൊല്ലം കഴിഞ്ഞിട്ടേ അമേരിക്കയിൽ നിന്ന് മടങ്ങാൻ പോകുന്നുള്ളൂ. അവർക്ക് വേണ്ടി ഇപ്പം നിങ്ങൾ വീട് ഉണ്ടാക്കി വെച്ചാൽ അന്ന് അവർ വരുമ്പോൾ നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടില്ല. അന്ന് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുണ്ടായിക്കോട്ടെ, എല്ലാം നിങ്ങൾ ചെയ്യണം. അല്ല, അത് എൻ്റെ കർത്തവ്യമല്ല. നിങ്ങൾ എന്ത് കർത്തവ്യം? മോനെ പഠിപ്പിച്ചു, വലുതാക്കി, കല്യാണം കഴിച്ചു, മതി, കർത്തവ്യം കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അവരോട് കർത്തവ്യമില്ല. ഇനി അവരാവട്ടെ അവരുടെ മാർഗം ഉണ്ടാക്കൽ. പഠിപ്പിക്കണം, കല്യാണം കഴിച്ചു, കഴിഞ്ഞു. ഇനി നിങ്ങൾ കർത്തവ്യം നോക്കി നിങ്ങളെ കാര്യം ആരും നോക്കും? അവൻ നോക്കുക. ചിന്തിക്കുക. എന്ത് തീരുമാനിച്ചു എന്നറിയില്ല, ഈ മാസം പോകും പറയാം എന്ത് തീരുമാനിച്ചു. പറയാനുള്ളത് പറഞ്ഞു കൊടുത്തു. അപ്പൊ അധിഷ്ഠാനം ഏത് വിഷയത്തിലായാലും ഏതൊരു കർമ്മ മേഖലയിലായാലും ന്യായമായിട്ടുള്ളതായിരിക്കണം. ആ അധിഷ്ഠാനത്തിന്റെ ദോഷം കൊണ്ട് കർമ്മത്തിന് ദോഷം സംഭവിക്കും. അധിഷ്ഠാനം ശുദ്ധമാവണം. ഒരു വസ്തു ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ അതിന്റെ പാത്രശുദ്ധി വേണം. ഒരു കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ സ്ഥലശുദ്ധി വേണം. അധിഷ്ഠാനം എപ്പോഴും നല്ലതായിരിക്കണം. പക്ഷേ നല്ലതെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കണം, എന്തൊക്കെ ചെയ്യണം, അത് ബുദ്ധിപൂർവ്വം ആലോചിച്ചോളാം. അധിഷ്ഠാനത്തിൽ ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നല്ലതല്ല. അധിഷ്ഠാനത്തിൽ അണ്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും അത് വിജയിക്കില്ല. അതുകൊണ്ട് അവിടെ കൃത്യമായിരിക്കണം. ഏത് കർമ്മമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിജയത്തിന് ഉതകുന്ന രീതിയിൽ അധിഷ്ഠാനത്തെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയി. കോഴിക്കോടാണ്, ടൗണിലാണ്, കല്ലായി റോഡില്. പോയി ഉടമസ്ഥൻ കസേരമേലിരുന്ന് മുമ്പിലുള്ള മേശയുടെ മുകളിൽ കാലും വെച്ച് ഉറങ്ങാണോ ഉണർന്നാണോ എന്നൊന്നും അറിയില്ല, അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് 2-3 പ്രാവശ്യം ശബ്ദമൊക്കെ ഉണ്ടാക്കി അയാളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. ഇന്ന് സാധനം വാങ്ങാൻ വന്നതാണ്. അയാൾ വേഗം എഴുന്നേറ്റ് നോക്കി. കുറേ ആളുമാര് തപ്പണുണ്ട്, അയാൾക്ക് കിട്ടുന്നില്ല. അവിടെ നോക്കി, ഇവിടെ നോക്കി, അപ്പുറത്ത് നോക്കി, ഇപ്പുറത്ത് നോക്കി, കിട്ടുന്നില്ല. ഈ തുളയ്ക്കണ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് വാങ്ങാൻ പോയത്. ചുമരൊക്കെ തുളയ്ക്കാൻ ഉപയോഗിക്കണേ. അപ്പൊ സാധനം കിട്ടി സ്വാമി. പിന്നെന്താ ഇനിയിപ്പോ കിട്ടാത്തത്? ഇതിന്റെ ബിറ്റ് കിട്ടിയിട്ടില്ല വെക്കണത്. അല്ല, ബിറ്റില്ലാണ്ട് ഇതിന്റെ കാര്യം എന്താ? അവിടെ ഇല്ല. എന്നാ ശരി, വേറെ കടയിൽ പോട്ടെ. വേറെ കടയിൽ പോയിക്കോളൂ. വേഗം വേറെ കടയിൽ പോയി. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സ്വാമി വരി, ഉത്തരിക്ക്, എന്താണ് വേണ്ടത്? ഞാൻ ഇന്നലെ വന്നതാണ്. ഉടനെ തന്നെ. എടാ അഷ്റഫേ വാ,
നമ്മൾ ആ ബിറ്റ് പെടില്ലല്ലോ. നീ അപ്പുറത്ത് നമ്മൾ ഗോഡൌണിൽ പോയിട്ട് എടുത്തുകൊണ്ട് ഗോഡൌണിൽ പോയിട്ടല്ലേ ബിറ്റ് എടുത്തുകൊണ്ട് പോകണത്, വേറെ കടയിൽ പോയിട്ട് വാങ്ങാൻ നമുക്കറിയാം. പക്ഷെ ആ പെരുമാറ്റം ഉണ്ടല്ലോ, ഇനി അവിടെ 10 പ്രാവശ്യം പോകാൻ തോന്നും. ചില ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അയാൾ എടുത്തു കഴിഞ്ഞു സാധനം, ഇത് നല്ലതാണ്, ഇതിനേക്കാൾ കുറച്ച് വില കൂടും, പക്ഷെ ഇതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിച്ച് ഈ സംസാരിക്കുന്ന സമയം കൊണ്ടാവും വേറെ കടയിൽ നിന്ന് വിറ്റും വാങ്ങി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞു. ചിന്തിക്കുക. ആദ്യത്തെ കടയിൽ ഇനി പോകാൻ തോന്നൂല, രണ്ടാമത്തെ കടയിൽ അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പോകാൻ തോന്നും. അധിഷ്ഠാനം അയാൾ നന്നായി വെച്ചിരിക്കുന്നു. ഒന്നാമത്തവൻ്റെ അധിഷ്ഠാനം ശരിയല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കർമ്മ മേഖലകളിൽ ഏതാണെങ്കിലും അധിഷ്ഠാനം ശുദ്ധമാവണം. കർമ്മ വിജയത്തിന് ഉതകും വിധം ക്രമീകൃതമായിരിക്കണം. പുറത്തുള്ള പൊങ്ങച്ചങ്ങളും ജാടകളും അല്ല, പക്ഷെ വ്യവസ്ഥാപിതമായിരിക്കണം. ഇനി രണ്ടാമത്തെ ഘടകം കർത്താവാണ്. കർത്തൃത്വ അഭിമാനയുക്തനാണ് കർത്താവ്. ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തോട് കൂടിയവനാണ് കർത്താവ്. അവനിൽ നിന്നേ കർമ്മം വരും. അപ്പൊ കർത്താവിന്റെ ഗുണദോഷങ്ങൾ നിരൂപണം ചെയ്യണം. കർത്താവിന്റെ ഗുണദോഷങ്ങൾ, കർത്താവിന്റെ ദോഷം കൊണ്ട് മൊത്തം ദോഷം വരും. അവിടെ കർത്താവിന്റെ സങ്കല്പം ശുദ്ധമായിരിക്കണം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലയിൽ അറിവുള്ളവനായിരിക്കണം കർത്താവ്. ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിക്കാൻ പുറപ്പെടുകയാണ്, അതിനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് നിരൂപണം ചെയ്യണം. സ്വയം അമിതം വില കൊടുത്തിട്ട് കാര്യമില്ല, സ്വയം വില കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. യഥാർത്ഥമായി തന്നെ വിലയിരുത്താൻ കഴിയണം. യഥാർത്ഥമായ വിലയിരുത്തലിൽ ഒരിക്കലും നമ്മൾ ഒരു അപകർഷതാഭാവത്തോടു കൂടി പിന്നോക്കം പോകേണ്ടതില്ല. അതേ സമയത്ത് ഉള്ളതിലധികം മൂല്യം സ്വയം കൽപ്പിച്ച് തനിക്കാവാത്ത പണിക്കൊക്കെ സാധിക്കുമെന്ന് വിചാരിച്ച് ചാടി പുറപ്പെട്ടാൽ അത് ദോഷമാണ്. ഒരാള് നമ്മൾ ക്ഷണിക്കുകയാണ്, സ്വാമി നമുക്ക് ഒന്ന് ഗൗരീശങ്കരം കയറി വരാം, എവറസ്റ്റ്. ഞാനില്ല, ഞാൻ ആ പരിപാടിക്കില്ല. നല്ലത് തന്നെ, നീ പോയി വാ. അല്ല സ്വാമി, നല്ലതാണ്, നല്ലതാണ്, തീർച്ചയായിട്ടും നല്ലതെന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ എല്ലാം നല്ലത് എനിക്ക് നല്ലതല്ല. എല്ലാത്തിനും ഞാൻ കൊള്ളില്ല. ഞാൻ കൊള്ളുന്ന മേഖലയുണ്ട്, കൊള്ളാത്ത മേഖലയുണ്ട്, അതെനിക്കറിയാം. അവിടെ അങ്ങോട്ട് ഞാനില്ല, നീ പോയിക്കോളാം, യാത്രാമംഗളം. ഏതൊരു വ്യാപാരമായാലും അതിനുള്ള കർത്തൃത്വ ശേഷി തനിക്കുണ്ടോ എന്ന് നിരൂപണം ചെയ്യണം. അതിനെ വികസിപ്പിക്കണം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും കർത്തൃത്വ ശേഷി വികസിപ്പിക്കാം നിരന്തരമായ അഭ്യാസം കൊണ്ട്. നിരന്തരമായ അഭ്യാസം കൊണ്ട് ഏത് മേഖലയിലുള്ളവർക്കും കർത്തൃത്വ ശേഷി വികസിപ്പിക്കാം. പക്ഷെ അഭ്യാസം വേണം, നിശ്ചയദാർഢ്യം വേണം. എന്തെങ്കിലും ചില പരാജയങ്ങളോ പ്രശ്നങ്ങളോ പരീക്ഷണങ്ങളോ വന്നാൽ പിന്തിരിയരുത്. ഞാൻ ഏതൊരു കർമ്മനിർവഹണത്തിന് വേണ്ടി ഇപ്പോൾ കർത്താവായിരിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണത ഞാൻ നേടും എന്ന ദൃഢസങ്കല്പം വേണം, നിർബന്ധമാണ്. കർത്തൃത്വ സംബന്ധിയായ ദോഷങ്ങൾ ഉണ്ടാവരുത്. ഉത്സാഹിയായിരിക്കണം. ഒരുപാട് ഘടകങ്ങളുണ്ട് കർത്താവിനെ സംബന്ധിച്ച്. വാസ്തവത്തിൽ ഈ മനുഷ്യ വിഭവ മാനേജ്മെന്റിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നത്തെ ലോകത്തിൽ. അതിലേറ്റവും പ്രധാനം ഈ കർത്താവിനെ സംബന്ധിക്കുന്നതാണ്. കർത്താവിന് ശരിയായ കഴിവുള്ളവനാവണം, അവനെ തിരഞ്ഞെടുക്കുന്നതിൽ ശരിയായിരിക്കണം. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പൊ ഒരു കർമ്മ വിജയത്തിന് വളരെ പ്രധാനമാണ് കർത്താവ്.
മൂന്ന്, കരണം ച പൃഥക് വിധം, വ്യത്യസ്തങ്ങളായ കരണങ്ങള്. ഏതൊരു ക്രിയയെ ചെയ്യണമെങ്കിൽ നമുക്ക് കരണം ആവശ്യമാണ്. കരണത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. സംസാരിക്കുന്നു, കരണം വേണം, വാക്ക് വേണം. വാക്ശക്തി ഇല്ലാത്ത ഒരാള് ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു, സംഘാടകരൊക്കെ ഏർപ്പാട് ചെയ്തു, ഇയാൾക്ക് സംസാരിക്കാൻ ശേഷിയില്ല, പാവം എന്ത് ചെയ്യും? ഒരു ഉത്സാഹത്തിന് ഏറ്റവും പോയി, ആകെ പ്രശ്നം. ഏത് കരണങ്ങളാണോ ആ കരണങ്ങൾ, പൃഥക് വിധങ്ങളായ കരണങ്ങളുടെ വിനിയോഗം ശരിയായ ദിശയിലായിരിക്കണം, ശരിയായ മാത്രയിലായിരിക്കണം. അമിതമായ കരണവിനിയോഗം ഉടനെ അതിനെ ക്ഷയിപ്പിക്കും. അളവിന് കരണവിനിയോഗം ഇല്ലെങ്കിലോ പ്രയോജനം ചെയ്യില്ല. അപ്പൊ കരണങ്ങളുടെ ശക്തിയെ അല്ലെങ്കിൽ കരണങ്ങളുടെ പ്രവർത്തനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്ന ഉപകരണങ്ങളുണ്ട്. ഉപകരണങ്ങളെ കരണങ്ങളിൽ ചേർത്ത് മനസ്സിലാക്കാം. ഉപകരണം കരണമുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഏതെങ്കിലും കരണത്തിന്റെ ശക്തിയെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതാണ് ഉപകരണം. അങ്ങനെ ആവശ്യമുള്ള കരണ പ്രവൃത്തിയെ നേടിയെടുക്കുക, അതിനാണ് ഉപകരണം. ഒരാള് നടക്കുന്നു, കാലാണ് കരണം. പക്ഷേ രോഗം കൊണ്ടോ മറ്റു ക്ലേശം കൊണ്ടോ വാർദ്ധക്യം കൊണ്ടോ ശക്തിക്ഷയം കൊണ്ടോ അയാളിപ്പോൾ ഒരു വടിയെ ആശ്രയിക്കുന്നു. അപ്പോൾ ഇവിടെ വടി എന്ന ഉപകരണമാണ്, കാലിന്റെ ഉപകരണമാണ്. എന്നാൽ അതേ ആള് ഈ വടിയെ മറ്റൊരാളെ തല്ലാൻ ഉപയോഗിക്കുന്നു. അപ്പോഴോ അത് കയ്യിന്റെ ഉപകരണമാണ്. ഒരേ വടി ഒരേ സമയത്ത് ചിലപ്പോൾ കാലിന്റെ ഉപകരണമാവാം, കയ്യിന്റെ ഉപകരണമാവാം. അപ്പൊ ഏതെങ്കിലും ഒരു കരണത്തിന്റെ ശക്തിയെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതാണ് ഉപകരണങ്ങൾ. പല ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. കണ്ണട ഒരു ഉപകരണമാണ്. കണ്ണാകുന്ന കരണത്തിന്റെ ശക്തിയെ ക്രമീകരിക്കുകയാണ്. കൂട്ടുക എന്ന് പറയരുത്, ചിലപ്പം കൂട്ടുകയായിരിക്കും, ചിലപ്പം കുറയ്ക്കുകയായിരിക്കും. ക്രമീകരിക്കുന്നു. അപ്പൊ കരണവ്യാപാരത്തെ ക്രമീകരിക്കുന്ന ഉപകരണങ്ങൾ. ലോകത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എന്തൊക്കെ ഉപകരണത്തെ തന്നാലും, എത്ര കോടി പ്രകാരം ഉപകരണങ്ങൾ ഉണ്ടായാലും അവയൊക്കെ ഈ 14 എണ്ണായിരിക്കും. കരണങ്ങൾ 14 കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. 14. ഇനിയൊരു കരണം ഇല്ല, 14 കരണമുള്ളൂ. അപ്പൊ നമ്മൾ എത്ര ഏത് സാങ്കേതിക വിദ്യ എത്രായിരം നൂതനങ്ങളായ ഉപകരണങ്ങളെ ഉണ്ടാക്കിയാലും, ടെക്നോളജി മുന്നോട്ട് പോയിട്ട് ഏതേത് ഉപകരണത്തെ ഉണ്ടാക്കിയാലും അത് ഈ 14ന്റെ മാത്രമായിരിക്കും. 14 വിഭാഗത്ത് പെടുത്താൻ പറ്റും. ഈ 14 കരണങ്ങളുടെ കഴിവിനെ വളർത്തുകയോ തളർത്തുകയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഉപകരണങ്ങളെയും നമ്മൾ കരണങ്ങളിൽ ചേർത്ത് മനസ്സിലാക്കണം. അപ്പൊ വ്യാപാരത്തിന് ആവശ്യമായ കരണങ്ങളൊക്കെ വേണം. ആ കരണങ്ങളുടെ പ്രവർത്തനത്തിന് ഒരു ഭംഗമോ ഒരു തടസ്സമോ ഉണ്ടാവരുത്. അവിധം അവയെ ക്രമീകരിക്കണം. നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചു, ആ നിലയ്ക്ക് തന്നെ പഠിക്കുന്നു. ഇതേ ആശയങ്ങൾ ഒരു MBA ക്ലാസ്സിൽ കുറച്ചൊരു ചമർക്കാരമൊക്കെ കൂട്ടി ചില പദങ്ങളൊക്കെ ഒന്ന് അവരെ ആകർഷിക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി പറയുമ്പോൾ അയ്യോ, പുതിയെന്തോ ഒരു അറിവ് കിട്ടണ പോലെ അവരിങ്ങനെ ശ്രദ്ധിക്കും. അനുഭവമാണ് പറയുന്നത്. സനാതന ശാസ്ത്രങ്ങളിൽ ഉപദേശിക്കപ്പെട്ട ഓരോ ആശയത്തിൻ്റെയും നിത്യപ്രസക്തത ചിന്തിക്കുക. അതിനു വേണ്ടിയാ പറഞ്ഞത്. ശരി, കരണം ച പൃഥക് വിധം, ഓരോന്നിലും സംശയ നിവാരണത്തിന് വിപുലമാകട്ടെ, വളരെയധികം മേഖലകളിലേക്ക് പോകാവുന്നതാണ്. 4ാമത്തെ ഘടകം വിവിധാശ്ച പൃഥക് ചേഷ്ടാഹ, പല പ്രകാരത്തിൽപ്പെട്ട ചേഷ്ടകൾ, ക്രിയാവ്യാപാരങ്ങൾ. അപ്പൊ ഏതൊരു കർമ്മ നിർവഹണത്തിനും ചേഷ്ടകൾ ആവശ്യമാണ്. വാക്കുണ്ട്,
അധിഷ്ഠാനമുണ്ട്, പറയാൻ ഞാനും ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും മിണ്ടില്ലാച്ചാലോ? മിണ്ടില്ലാച്ച പ്രസംഗം വരില്ല പുറത്ത്. ചേഷ്ട വേണം. കാലുണ്ട്, നടക്കാൻ ഭൂമികയുണ്ട്, പക്ഷെ നടക്കണം, നടന്നാലേ നീങ്ങും. ചേഷ്ട സംബന്ധിച്ച് മനസ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് കരണങ്ങളുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. ചേഷ്ട വളരെ വേണ്ടതായിരിക്കണം, വേണ്ടാത്തതാവരുത്. വേണ്ടതിലധികമായ കുഴപ്പമാണ് ചേഷ്ട. വേണ്ടത്ര ആയില്ലെങ്കിൽ കാര്യക്ഷമമാവില്ല. അതുകൊണ്ട് ഏതൊരു കർമ്മവ്യാപാരത്തിലും ചേഷ്ടകളെ ക്രമീകരിക്കാൻ പഠിക്കണം. ഒരാളെ കണ്ടു ആശുപത്രിയിൽ, കാലിന് മുട്ടിന് താഴെയുള്ള എല്ല് 2 കഷ്ണമായിട്ടുണ്ട്. എന്നിട്ടൊക്കെ കമ്പിയൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ്. നമ്മൾ വേറൊരാളെ കാണാൻ പോയപ്പോൾ ഇയാളെ കണ്ടു, എടുത്ത് സംസാരിച്ചു. എന്താ പറ്റിയത്? വാഴ വെട്ടിയതാ. വാഴ വെട്ടിയിട്ട് കാലെങ്ങനെ മുറിഞ്ഞു? വാഴയും മുറിഞ്ഞ് ആ ശക്തി കൊണ്ട് കൊടുവാള് നേരെ വന്ന് കാലും മുറിച്ചു. ഒരു വാഴ വെട്ട ഇത്ര ശക്തി ഉപയോഗിക്കണം? പാവം, വേറെ ആരും വെട്ടിയതല്ല, അയാൾ തന്നെയാ. ഇതുപോലെ നമ്മൾ കൂട്ടാൻ കഷ്ണം നുറുക്കുമ്പോൾ ചിലപ്പോൾ വിരൽ നുറുക്കാറുണ്ട്. അപ്പൊ അതിനാവശ്യമുള്ള ചേഷ്ടയിൽ കവിഞ്ഞ ചേഷ്ട ഉപയോഗിച്ചിട്ടാണ് അത് പറ്റുന്നത്, വേറൊരു കാരണം കൊണ്ടല്ല. ഏത് പ്രവർത്തനത്തിലും ചേഷ്ട ആവശ്യമുള്ളതേ പാടുള്ളൂ. ഈ പല രാഷ്ട്രീയ പ്രസംഗങ്ങളിലും ഒരു പകുതിയൊക്കെ പ്രസംഗമാകുമ്പോഴത്തേക്ക് പിന്നെ ഇയാൾക്ക് ശബ്ദം ഉണ്ടാവില്ല, ബഹളാവും. കാരണം അത് ആവശ്യത്തിലധികം ബഹളം വെച്ച് കീറിയിട്ടങ്ങോട്ട്. അതെ, രാഷ്ട്രീയ പ്രസംഗങ്ങൾ പൊതുവെ അങ്ങനെയാണ്. പിന്നെ ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല ഇയാൾ എന്താ പറഞ്ഞത്. നല്ലത് അയാൾക്കും നല്ലത്, നമുക്കും നല്ലത്, മനസ്സിലാവാത്തത് ചേഷ്ടയുടെ ആധിക്യമാണ്. ഏത് വ്യാപാരത്തിലും ഇതുണ്ട്. ചേഷ്ടകളെ ക്രമീകരിക്കാൻ പഠിക്കണം. ഇപ്പൊ സങ്കല്പം മുതങ്ങി ചേഷ്ട വരെ നമ്മൾ ശ്രദ്ധിക്കണം. വിവിധാശ്ച പൃഥക് ചേഷ്ടാഹ, പൃഥക് പൃഥക് ചേഷ്ടാഹ. ഓരോ കർമ്മത്തിൻ്റെയും വിജയത്തിന് വ്യത്യസ്തങ്ങളായ ചേഷ്ടകളാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും എല്ലാത്തിനും പറ്റില്ല, എല്ലാവരെയും എന്തിനെങ്കിലും പറ്റും. ഒന്നിനും കൊള്ളാത്ത ആരുമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തിൽ ആരെയും ഒന്നിനും കൊള്ളാത്തവനെ, ഒന്നിനും കൊള്ളാത്തവളെ എന്ന് പറഞ്ഞേക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെ പലരെയും നശിപ്പിക്കുന്നുണ്ട്. ഒന്നിനും കൊള്ളാത്തവൻ, അസത്ത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒന്നിനും കൊള്ളാത്ത? ഒന്നിനും കൊള്ളാത്തവൻ എന്ന് നമ്മൾ ആരെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ എന്തിനു കൊള്ളും എന്നത് കണ്ടെത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നതാണ്. അവിടെ അവനൊന്നിനും കൊള്ളില്ല എന്നല്ല. ഈ ചേഷ്ട, എന്ത് ചേഷ്ട, എത്ര വേണം, എങ്ങനെ വേണം എന്നുള്ളത് ശ്രദ്ധിക്കണം. ശരി, ഈ 4 ഘടകങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. 1 അധിഷ്ഠാനം, 2 കർത്ത, 3 കരണം, 4 ചേഷ്ട. ഇതുകൊണ്ട് മാത്രം ഒരു കർമ്മത്തിന്റെ വിജയമാവുമോ? ആവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ദൈവം ചൈവാത്ര പഞ്ചമം, 5ാമത്തെ ഘടകം ദൈവമാണ്. ദൈവവും നേരെയാവണം. ഇത് 4 നേരെയായിട്ടും കാര്യമില്ല, ദൈവം നേരെയാവണം. എന്താ ഈ ദൈവം? മുകളിലേക്ക് നോക്കുക. മുകളിൽ ഒരു ദൈവമുണ്ട്. ഏത് മുകളിലാ? അപ്പൊ താഴത്തില്ലേ? ദൈവം അങ്ങ് മുകളിലാന്ന് പറഞ്ഞാൽ താഴത്തില്ലേന്ന് ചോദ്യം, വശങ്ങളിലില്ലേന്ന് ചോദ്യം. ഇവിടെ ദൈവം എന്ന് പറഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളായി നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മാദിയിൽ കാര്യം ചെയ്യാൻ സമർത്ഥമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ദൈവം. ഈ നിലയ്ക്കാണ് നമ്മൾ ജ്യോത്സ്യന്മാരെയൊക്കെ ദൈവജ്ഞന്മാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതിങ്ങനെയാ, ഈ അർത്ഥത്തിലാണ്. കൃതത്തെ അറിയുന്നവര്, ഒരാൾ കൊണ്ടുവന്ന കർമ്മത്തെ അറിയുന്നവര്. നമ്മൾ ആരും വരുന്നത് ഒഴിഞ്ഞ കടലാസോട് കൂടിയിട്ടല്ല ഈ ലോകത്തിലേക്ക്. നമ്മളൊക്കെ ഇവിടെ വന്നത് രേഖപ്പെടുത്തപ്പെട്ട കടലാസുകളോട് കൂടിയിട്ടാണ്. ഇതിൽ സംശയമില്ല.
പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒഴിഞ്ഞ കടലാസോട് കൂടി വന്നു. നമ്മൾ ആരും ഒഴിഞ്ഞ കടലാസോട് കൂടി വന്നവരല്ല. ജന്മജന്മാന്തരങ്ങളിൽ കർമ്മങ്ങളെ കൊണ്ട് സഞ്ചയിച്ച സൂക്ഷ്മ കർമ്മ സംസ്കാരവുമായിട്ടാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ ഇന്നലെകളിലെ കർമ്മമാണ് ഇന്നത്തെ അനുഭവങ്ങൾക്ക് കാരണമാകുന്നത്. ഇന്നലെകളിലെ നമ്മുടെ കർമ്മങ്ങൾ ഇന്നത്തെ നമ്മുടെ അനുഭവങ്ങൾക്ക് കാരണമാകുന്നു. മനസ്സിലാക്കുക. അങ്ങനെ ജന്മജന്മാന്തരങ്ങളായി ചെയ്ത കർമ്മം ഈ ജന്മത്തിന്റെ ആരംഭത്തിൽ അഭിവ്യക്തമായതിന് പറയുന്ന പേരാണ് ദൈവം. ഇത് പ്രധാന ഘടകമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കിട്ടാറില്ല, ഒരിക്കലും കിട്ടില്ല. അർഹിക്കുന്നതേ കിട്ടും. അർഹിക്കുന്നത് കിട്ടും, കിട്ടാതിരിക്കില്ല. അർത്ഥിക്കുന്നതൊക്കെ കിട്ടിയ ലോകം ഇങ്ങനെയാ. അർത്ഥിക്കുന്നതൊക്കെ കിട്ടില്ല, അർഹിക്കുന്നത് കിട്ടും. അർഹത നമ്മൾ നേടിയെടുക്കണം. ഇത് വളരെ പ്രധാനമാണ്. അർഹത നമ്മൾ നേടിയെടുക്കണം. കൊടുത്തതേ കിട്ടൂ, കൊടുത്തത് കിട്ടും, സംശയമില്ല. അത് ഇപ്പൊ ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ചതിന്റെ ഫലരൂപമായി അനുഭവത്തിൽ വന്നു ചേരുന്നത്. ചില സ്ഥലത്ത് പ്രകൃതി എന്ന് പറയും, ചില സ്ഥലത്ത് ദൈവം എന്ന് പറയും. പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. ഈ ദൈവമാണ് പ്രധാന ഘടകം. ഈ ദൈവത്തിന്റെ കൂടി ആനുകൂല്യമാണ്. അപ്പൊ ചിലപ്പോൾ ചോദ്യം വരും, അപ്പൊ ഈ ദൈവത്തെ പൂർണ്ണമായി സ്വാധീനിക്കാൻ നമുക്ക് കഴിയുമോ? മറുപടി, ആദ്യം പറഞ്ഞ 4 ശരിയാക്കൂ. 5-ൽ 4 പിന്നെ 5-ൽ 1 പ്രശ്നമുള്ളൂ. 2, ഇന്ന് ദൈവം എന്ന് പറയുന്നത് ഇന്നലെയുടെ എൻ്റെ കർമ്മത്തിന്റെ ഫലരൂപമാണ്. ഇന്നത്തെ എൻ്റെ കർമ്മത്തിലൂടെ അതിനെ ക്രമീകരിക്കാൻ, സ്വാധീനിക്കാൻ എനിക്ക് കഴിയും. നാളെയിലെ ദൈവത്തെ ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ ഞാനാണ്. അത് ശ്രദ്ധിക്കുക. എങ്കിൽ തന്നെയും നാളെയിലെ ഫലത്തെ ഉണ്ടാക്കേണ്ടത് ഞാനാണെങ്കിൽ പോലും ഇന്നെനിക്ക് അനുഭവത്തിൽ വരുന്നത് ഇന്നലത്തതിൻ്റെ പരിണാമമാണെന്ന് മനസ്സിലായിക്കൊള്ളണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ വേറെ ആരെയും പ്രാഗില്ല. നമ്മുടെ അനുഭവ വിശേഷങ്ങൾക്ക് മറ്റാരെയും ശപിക്കാനില്ല. എന്തുകൊണ്ട്? വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു, എനിക്ക് തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും. ആരയക്കുന്നതേ നോക്കൂ, കഷ്ടം ശിപായി ഈശ്വരൻ. ഇതൊരു കഷ്ടമാണ് ഈ ശിപായി ഈശ്വരൻ. ശിപായി പോസ്റ്റ്മാൻ. ഈശ്വരനാക്കുന്ന പോസ്റ്റ്മാൻ ഒന്നേ നോക്കൂ, ആരാണ് അയക്കുന്നത്? എനിക്ക് തന്നെ കിട്ടുന്നു ഞാൻ അയക്കുന്നതൊക്കെയും. ഇത് ഓർമ്മിച്ചാൽ നല്ലത്. ഇന്നലെ ഇവിടെ ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല, അനുഭവിക്കുന്നേ വഴിയുള്ളൂ. വേറൊരു വഴിയില്ല, വേറൊരു മാർഗവും ഇല്ല. ഇന്നലത്തെ ദൈവത്തെ അനുഭവിക്കുക, സമതയോടുകൂടി അനുഭവിക്കുക. ഒരാളെയും കുറ്റപ്പെടുത്താനില്ല. എന്തുകൊണ്ട്? ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലരൂപമാണ് ഇന്ന് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ? നല്ലൊരു നാളെയിലേക്ക് പരിശ്രമിക്കുക. സമചിത്തതയോടുകൂടി ഇന്നത്തത് അനുഭവിക്കുക, നല്ലൊരു നാളെയിലേക്ക് പരിശ്രമിക്കുക. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്.
കർമ്മങ്ങളെ കൊണ്ട് നാളെയിലേക്ക് പരിശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തതിനെ സ്വാധീനിക്കാൻ നമുക്കൊരു കർമ്മം കൊണ്ട് സാധിക്കില്ലേ? തീർച്ചയായിട്ടും. പരമാവധി പുണ്യകർമ്മങ്ങളെ ആചരിക്കൂ, പരമാവധി സത്കർമ്മങ്ങളെ ആചരിക്കൂ. അപ്പോ ദുഷ്കർമ്മങ്ങളുടെ പ്രഭാവം കുറയും. ദുഷ്കർമ്മങ്ങൾ ഇല്ലാണ്ടാവില്ല. സത്കർമ്മങ്ങളെ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവില്ല. അത് ഉറച്ചു മനസ്സിലാക്കണം. അപ്പൊ എന്താണ് സത്കർമ്മം, എന്താ ദുഷ്കർമ്മം? അന്തഃകരണത്തെ മലീമസമാക്കുന്ന കർമ്മങ്ങളൊക്കെ ദുഷ്കർമ്മങ്ങളാണ്. അന്തഃകരണത്തെ പരിശുദ്ധമാക്കുന്ന കർമ്മങ്ങളൊക്കെ സത്കർമ്മങ്ങളാണ്. തനിക്കോ മറ്റൊരു വ്യക്തിക്കോ ഈ പ്രപഞ്ചത്തിന്റെ താളക്രമത്തിനോ ഭംഗം വരുത്തുന്ന ദോഷം ചെയ്യുന്ന കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളാണ്. അവ നമ്മുടെ അന്തഃകരണത്തെ മലീമസമാക്കും. നമുക്കോ മറ്റു വ്യക്തികൾക്കോ സമഷ്ടി പ്രപഞ്ചത്തിന് തന്നെയോ ഗുണകരമായ സ്പന്ദനം ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ സത്കർമ്മങ്ങളാണ്. രണ്ട് കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നു. സത്കർമ്മങ്ങളുടെ പ്രഭാവം വളർത്തുക. ചോദ്യം, സത്കർമ്മം കൊണ്ട് ദുഷ്കർമ്മം ഇല്ലാണ്ടാവുമോ? ഒരിക്കലുമില്ല. സത്കർമ്മം കൊണ്ട് ദുഷ്കർമ്മം ഇല്ലാണ്ടാവില്ല. പക്ഷെ ദുഷ്കർമ്മത്തിന്റെ പ്രഭാവം കുറയും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഏറ്റവും കയ്പുള്ളൊരു വസ്തു അമ്മ കുട്ടിക്ക് കൊടുക്കുന്നു. നിങ്ങൾക്കറിയുന്നതിൽ ഏറ്റവും കയ്പുള്ളത് സങ്കല്പിച്ചോളൂ. 1/2 ഗ്രാം ഈ കയ്പുള്ള വസ്തുവാണ് കൊടുക്കേണ്ടത്. കുട്ടി എന്തായിട്ടും കഴിക്കുന്നില്ല. എന്ത് തന്നെ അമ്മ നിർബന്ധിച്ചിട്ടും കുട്ടി കഴിക്കുന്നില്ല. കയ്പുള്ളതാണെന്ന് കുട്ടി മനസ്സിലാക്കിയിരിക്കുന്നു. അമ്മ ഒരു 10 മില്ലി തേനിൽ ഒരു 10 മില്ലി വെള്ളം ചേർത്ത് അതിലൊരു 10 ഗ്രാം കൽക്കണ്ടം ഇട്ട് ഇളക്കി ഈ 1/2 ഗ്രാം കയ്പുള്ള വസ്തു അതിൽ ചേർത്ത് കൊടുത്തു. കുട്ടി സുഖമായിട്ട് അങ്ങോട്ട് കഴിച്ചു. ഒരു പ്രശ്നമില്ല. ഇനി ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ കയ്പിന്റെ അളവ് കുറഞ്ഞോ കൂടിയോ? കയ്പിന്റെ അളവ് കുറഞ്ഞിട്ടുമില്ല, കൂടിയിട്ടുമില്ല. 1/2 ഗ്രാം അതുപോലെ ഉണ്ട്. പക്ഷെ അതിന്റെ പ്രഭാവം കുറഞ്ഞു. അനുഭവത്തിൽ കയ്പില്ല, മധുരമേ ഉള്ളൂ. ഇവിടെ കയ്പ് നൽകുന്ന വസ്തുവിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ലെങ്കിലും മധുരമുള്ള വസ്തുക്കളുടെ ആധിക്യം കൊണ്ട് അതിന്റെ പ്രഭാവം കുറഞ്ഞു. ഇതുപോലെ സത്കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും ദുഷ്കർമ്മം നശിക്കില്ല. എന്നാൽ അനായാസേന സുഖകരമായി ദുഷ്കർമ്മ ഫലങ്ങളെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നാളെയിലേക്കുള്ള ദൈവത്തെ വളർത്തുക, ഗുണകരമായി വളർത്തുക എന്നിടത്ത് മാത്രമല്ല, ഇന്നത്തെ കർമാനുഭവങ്ങളെ സമീകരിക്കുക അല്ലെങ്കിൽ ക്രമീകരിക്കുക എന്നുള്ള വിഷയത്തിലും പ്രധാനമാണ് സത്കർമ്മങ്ങളുടെ അനുഷ്ഠാനം. അതുകൊണ്ട് പരമാവധി സത്കർമ്മങ്ങളെ ജീവിതത്തിൽ ആചരിക്കുക. ഇവിടെ സത്കർമ്മം ദുഷ്കർമ്മം ഇവിടെ വേർതിരിവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുറമെ കാണുന്ന പോലെയല്ല. പുറമെ സത്കർമ്മം എന്ന് പറയുന്ന പലതും പലപ്പോഴും ദുഷ്കർമ്മമായിരിക്കാം. ദുഷ്കർമ്മം എന്ന് പറയുന്നത് സത്കർമ്മമായിരിക്കാം. ഇത് ആപേക്ഷികം കൂടിയാണ്. ദേശം, കാലം തുടങ്ങിയവയ്ക്ക് അനുസരിച്ച് വിഭിന്നമാണ്. ഏറ്റവും പ്രധാനം ഒരു കർമ്മ ആചരണം നമ്മളിൽ ഉണ്ടാക്കുന്ന സംസ്കാര വിശേഷം എങ്ങനെ ഉള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മത്തെ നിർണയിക്കുന്നത്. ദുഷ്കർമ്മമാണോ സത്കർമ്മമാണോ? ഒരു കർമാചരണം നമ്മളിൽ ഉണ്ടാക്കുന്ന സംസ്കാര വിശേഷം അതെങ്ങനെയുള്ളതാണ്? അത് അന്ധകരണത്തെ കൂടുതൽ കൂടുതൽ മലീമസമാക്കുന്നെങ്കിലും ദുഷ്കർമ്മത്തിന്റെ ശ്രേണിയിൽ തന്നെ പെടുത്തി പറയണം. അല്ല, കൂടുതൽ കൂടുതൽ സ്വച്ഛമാക്കി തീർക്കുന്നെങ്കിൽ സത്കർമ്മത്തിന്റെ ശ്രേണിയിൽ പെടുത്തി പറയണം. ഏതു തന്നെയായാലും സ്വയം സത്കർമ്മ ആചരണത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു കർമ്മത്തിന്റെ വിജയത്തിനോ ഈ 5 ഘടകങ്ങളുണ്ട്.
എന്നിരിക്കെ ഭഗവാൻ ചോദിക്കുകയാണ്, ഈ 5 ഘടകങ്ങളെ കൊണ്ടാണ് ഒരു കർമ്മനിർവഹണം സാധിക്കുന്നതെന്നിരിക്കെ തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയഃ പശ്യത്തി അകൃതബുദ്ധിത്വാത്. ബുദ്ധിയില്ലാത്തത് കൊണ്ട്, സദ്ബുദ്ധിയില്ലാത്തത് കൊണ്ട്, സംസ്കൃതമായ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഒരാൾ കേവലം കർത്താവിനെ മാത്രം കാണുന്നു, ബാക്കി 4 നോക്കുന്നില്ല. എന്നിട്ട് കർമ്മത്തിന്റെ ഫലത്തെ നേടാൻ ഇച്ഛിക്കുന്നു. അതെന്തൊരു ബുദ്ധിശൂന്യതയാണെന്ന് ചോദിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അതാണ്. ഏതൊരു കർമ്മത്തിന്റെ വിജയപരാജയങ്ങളിലും കേവലം കർത്താവിനെ മാത്രം ബന്ധിപ്പിച്ച് ചിന്തിക്കുകയും, കർത്താവുചാൽ ചെയ്യുന്നവനെ മാത്രം പ്രശംസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയും, അവനെ പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്യുകയും ചെയ്യും നമ്മൾ. അത് ശരിയല്ല. ഈ 5 ഘടകങ്ങളെ പഠിക്കണം. ഈ 5 ഘടകങ്ങളുടെയും ചേർച്ചയാലാണ് കർമ്മനിർവഹണം സാധിക്കുന്നത്. പലപ്പോഴും ലോകത്തിൽ നമ്മൾ ചെയ്യുക, ഈ 5നെ വിലയിരുത്താതെ 1നെ മാത്രം വിലയിരുത്തിയിട്ട് ഗുണദോഷ നിരൂപണം ചെയ്യും. അത് അകൃത ബുദ്ധിത്വ എന്നാ പറയുന്നത്. നസ പശ്യതി ദുർമതി. ആ ദുർബുദ്ധി കാണുന്നില്ല, സത്യത്തെ കാണുന്നില്ല എന്ന് ഭഗവാൻ കുറച്ചൊരു ഒരു 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 വിരോധം പോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കർമ്മമേഖലയിൽ നമുക്ക് വിജയം വരിക്കണം എന്നുള്ളതിൽ സംശയമില്ല. ആ പരിശ്രമത്തിൽ ഈ 5 ഘടകങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമാറാകട്ടെ, 5നെയും ക്രമീകരിക്കുമാറാകട്ടെ. അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ മേഖലകളിൽ വിജയികളാവാം, അഥവാ വിജയികളാവാൻ പരിശ്രമിക്കാം. ആ പരിശ്രമത്തിൽ വിജയം വരട്ടെ പരാജയം വരട്ടെ, അത് നമ്മളെ ബാധിക്കരുത്. ബാധിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കൂ. എങ്ങനെയൊക്കെ കൂടുതൽ പ്രവർത്തിക്കണം? മറുപടി, കഴിവതും നമ്മുടെ പ്രവർത്തനവും ചിന്തകളും ഒക്കെ സാത്വികമായിരുന്നാൽ നന്ന്. എന്തുകൊണ്ടെന്നാൽ സുഖമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. സത്വകാര്യമാണ് സുഖം, രജകാര്യം ദുഃഖമാണ്, തമസിന്റെ കാര്യം മോഹമാണ്. അതുകൊണ്ട് ദുഃഖമോഹങ്ങളിൽ അകപ്പെടാതെ സുഖമായി നമുക്ക് നമ്മുടെ കർമ്മമേഖലയിൽ കഴിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വ്യാപാരങ്ങളെ പരമാവധി സാത്വികമാക്കണം. അതിനുള്ള ഉപായങ്ങളെ ശ്രദ്ധിക്കണം. അതൊക്കെ നമുക്ക് ക്രമമായി നാളെ തുടർന്ന് ചിന്തിക്കാം. തൽക്കാലം സംശയ നിവാരണത്തിലേക്ക് കടക്കുകയാണ്.